എവിടെ കേറി പോയാടാ? മൂത്രപ്പേരയില് കഥകളി എടുക്കണ്ടെന്നിട്ടില്ല, ഒന്നും മാറിയിട്ടാ. കാട്ടിലേക്ക് പോടാ. കോളേജ് എങ്ങനെയുണ്ട്? പൊളിയല്ലേ? കൊള്ളാട്ടാ. വണ്ടി ഇവിടെ കൂടാ. എന്താണ് വണ്ടി വണ്ടി ഇവിടെ വല്ലോടത്ത് വെക്കാട്ടാ. ഇവിടെ വെച്ചോ, ഇവിടെ വെച്ചോട്ടാ. ഇവിടെ വെച്ചോ. എടലു അത് നമ്മുടെ അടുത്തുള്ള വെങ്കച്ചല്ലേ? നിനക്ക് ഇത് തന്നെയാണ് പണി? ഇല്ല, നമ്മുടെ അടുത്തുള്ള ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതേ ഡാ അന്നങ്ങാതിരിക്കടാ. ഇതെങ്ങനെയുണ്ട്? സ്റ്റൈലല്ലേ? എന്താണ് നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? എടാ, ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് മൂത്രം ഒഴിച്ചു തുടങ്ങാം, എന്നിട്ട് ക്ലാസ് ഏതെന്ന് നോക്കാം. എടാ, എന്തോരം കാര്യങ്ങൾ പഠിക്കാനുള്ളതാ. എന്തെന്തോരം കാര്യങ്ങള്? ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം ചേട്ടൻ പഠിപ്പിച്ചു തരാട്ടാ. നീയല്ല പറഞ്ഞ കോളേജ് ലൈഫ് ഒന്നേ ഉള്ളൂ, അടിച്ചു പൊളിക്കണോന്നൊക്കെ. എടാ, പഠിച്ചുകൊണ്ട് അടിച്ചു പൊളിക്കണം. എന്നാലും ഈ കോളേജിന്റെ മൂത്രപ്പര എവിടെ കൊണ്ടുപോയി വെച്ചേക്കണേ? േടാ ലൈലു, കുറച്ച് സുന്ദരകില്ലാരിമാര് വരുന്നുണ്ട് പാട്ടൊക്കെ വെച്ച്. മ്യൂസിക് ഉണ്ടല്ലോ, ഡാൻസ് ഉണ്ടല്ലോ. അവരോട് ചോദിക്കാലോ. ഹായ് എടാ. അതെ, നമ്മുടെ ഈ കോളേജിന്റെ മൂത്രപ്പര എവിടെയാണെന്നറിയോ? ചേട്ടാ, നമ്മുടെ കോളേജിലെ മൂത്രപ്പര എവിടെയാണെന്നറിയോ? ഹായ്. ശരി ചേട്ടാ, ഓക്കെ എന്നാ ഞങ്ങള് നോക്കിക്കോളാം. നടക്കട വലിയ കാര്യം. നീ വിട്ടോ? പറഞ്ഞുതരൂ. ഞാൻ എന്തിനാ തമാശ കളിക്കണ? നിനക്ക് ഹൃദയരഞ്ജന ആരാണെന്ന് അറിയോ? അവന്റെ പവർ എന്താന്ന് അറിയോ? ഇല്ലട്ടാ, ആരാണ്? നിനക്ക് ഒന്നും അറിഞ്ഞൂടാ. എന്നിട്ട് നീ ഒരുമാതിരി ഇറങ്ങി പിടിച്ച ടീഷർട്ട് ഇട്ടുകൊണ്ട് നീ എന്നെ ഉണ്ടാക്കാൻ പറ്റില്ല. നിനക്ക് അറിയില്ല എന്നെ. നാളെ മുതൽ വരുമ്പോ നിന്റെ ഇറങ്ങി പിടിച്ച ബ്ലൗസ് മാറ്റി വല്ല ഷർട്ട് ഇട്ട് വന്നോളാം. മനസ്സിലായടാ? കൈമാറ്റാട്ടാ. ഇതെന്റെ മേമ മേടിച്ചെന്ന പുതിയ ടീഷർട്ടാണ്. നീ എന്താ ചിരിക്കണ? കൈമാറ്റാട്ടാ. ഇതെന്റെ മേമ മേടിച്ച ടീഷർട്ടാണേ. നീ എന്താ പേടിച്ചു പോയാ? നിന്റെ പേരെന്താടാ? ലൈലാസുരൻ. എന്ത് സുരൻ? ലൈലാസുരൻ. ലൈലാസുരനാ? എന്തോന്ന് പേരാടാ? ശരിയാണല്ലോടാ. മുൾക്കിരീടൊക്കെ വെച്ച യേശു ക്രിസ്തുവിന്റെ മോറും. എന്താ ഇതിന് മാത്രം ചിരിക്കാൻ? നീ ഇത്രയും പെട്ടെന്ന് പെണ്ണായാ? ഇതിന് മാത്രം ചിരിക്കാനെന്നാ? ഇതിലെ ഹാസ്യം എന്താന്ന് കുട്ടിക്ക് മനസ്സിലായില്ല. എടാ, നിന്റെ പേരൊന്നും കൂടി പറഞ്ഞു കൊടുത്തടാ. ലൈലാസുരൻ അല്ലേ? ആ പേരിന് എന്തെത്ര കുഴപ്പം? നീ ആരാ? നിനക്ക് ഹൃദയരഞ്ജന ആരാണെന്നറിയോ? ഓന്റെ പവർ എന്താണെന്നറിയോ? ഞാൻ ആരാന്നറിയോ? നീ ഏതാടി? എടീന്നാ, ഞാൻ സഖാവ് ബിനോയുടെ ക്ലാസ്സിലാ. ബിനോയ്. ഓ, PG കാര്യാണല്ലേ? മര്യാദക്ക് ഇവനെ വിളിച്ചിട്ട് കൺമുഞ്ഞിന്ന് വിട്ടോ, എനിക്ക് നല്ല ഇടി കിട്ടും. വിട്ടോ. വാടോ. സഖാവ് ബിനോയ് ഭയങ്കര പ്രശ്നക്കാരനാ. അത് ഞാൻ പറയായിരിക്കും. ശരിയാണ്ടാ. നീ ഇങ്ങോട്ട് പോര്. നമ്മളെയല്ല നിന്നെ. ഹായ്. താങ്ക്സ് ചേച്ചി. ചേച്ചി ഒന്നും അല്ലടോ, ഞാനും ഫസ്റ്റ് ഇയറാ. ഫസ്റ്റ് ഇയറാ? എടി ഭയങ്കരി, താനാള് കൊള്ളാല. എന്താണ് ഇയാളുടെ പേര്? സരോജാദേവി. സരോജാദേവി.
കൊള്ളാലോ, നല്ല പുതുമയുള്ള പേരാണല്ലോ. അയ്യോ പോയാ. അതെ, അപ്പൊ ആരാണ് ഈ ബിനോയ് സഖാവ്? ആ അവിടെ ഒരു പോസ്റ്റർ കണ്ടു, സഖാവ് ബിനോയ്ക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കിയതാ. അമ്പടി കുശാഗ്രബുദ്ധിക്കാരിയാണല്ലോ. ഇത് തന്റെ ബസ്സാണോ? ഇതെന്റെ പേഴ്സാണല്ലോ. ഇതെവിടെ കിട്ടി? ഇയാള് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോ പോയതാ. ഇതൊന്നും തനിക്ക് തരാൻ വേണ്ടിട്ടാ ഞാൻ വന്നേ. അന്ന് ഞാൻ പോട്ടെ ലൈലാസുരൻ. ആരത്? സരോജാദേവി. നല്ല ഈശ്വരുള്ള പേരാണല്ലേ. നീ മിണ്ടരുത്. എന്റെ സീനിയേഴ്സ് ആകിയത് ആ കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ അവിടെ പോയി കിടക്കാനാ? നീ ഒരുത്തരുടെ തോളത്ത് കൈയിട്ട് പാട്ടും പാടി പോയപ്പോ ഞാൻ വിചാരിച്ച് നിന്റെ പഴയ വല്ല സുഹൃത്ത് തായ്പറക്കല്ലേടാ നീ. പേടിച്ചു വരാ സീനിയേഴ്സ് റാഗി. ക്ലാസ്സിൽ പോ. എന്തായാലും അവൻ എന്റെ കയ്യിൽ ഒതുക്കത്തി കിട്ടും. കോളേജിലൊന്നും ആദ്യ ദിവസം തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വെച്ചാൽ ഞാൻ വിട്ടുകൊടുത്താണ്. എന്റെ പൊന്നലയിലൂടെ അവരൊക്കെ സീനിയേഴ്സ് ആണ്. സ്വന്തമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറുള്ള നല്ല കിടിലൻ ടീമാണ്. എടാ ഞാനും ഉണ്ടാക്കടാ സ്വന്തമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറുള്ള കിടിലൻ ടീം. സമയം എങ്ങനെ നടക്കാല്ലേ? അവനെ എന്റെ കൈ കിട്ടും. അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം. നിനക്കല്ലേ പഠിക്കണ്ടേ? അപ്പൊ നമുക്ക് ക്ലാസ് ഇടാൻ നോക്കാം. കുട്ടി മലയാളം ക്ലാസ്. ഞാനും അങ്ങോട്ടേക്ക് ലേറ്റ് ആയി. ഞാൻ അമന്യ. എന്ത് സുധനായിരുന്നു? സുധനല്ല, ലൈലാസുരൻ. ഞാൻ ഫിജോ ഫെർണാണ്ടസ്. നിന്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. നിങ്ങൾ ഫ്രണ്ട്സ് ആണല്ലേ?